ഡേയ്സ് ഒരു രസികൻ തന്നെ എന്ന ഡയലോഗൊക്കെ ഓർമ്മ വരും. ആദ്യമായിട്ട് നായകനാവുന്നു എന്ന് പറയുന്ന ഒരു പ്രഷർ, അതിൻ്റെ കൂടെ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഭാരം കൂടി താങ്ങാനുള്ള ശക്തി ഉണ്ടായില്ല. എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ട്? എനിക്ക് സൂപ്പർ നാട് മൊത്തം സൂപ്പർ പവർ. അച്ഛനാവാനൊരുങ്ങുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും അതിന്റെ ഒരു തയ്യാറെടുപ്പൊക്കെ. ഞാൻ പണ്ട് എനിക്ക് പിള്ളേരൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഗോത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മൊമെന്റ്ഫുൾ ആയിട്ടുള്ള കുറെ ഇമോഷൻസ്. അപ്പൊ ഇങ്ങനെ ചുമ്മാ സംസാരിക്കും എപ്പോഴും, ഇതിന്റെ അടുത്ത് വയറ്റിലാണെങ്കിൽ എപ്പോഴും സംസാരിക്കും. ഇപ്പൊ ചവിട്ടൊക്കെ തുടങ്ങി പയ്യെ. കൊച്ചിന്റെ കൂടെ തുള്ളിച്ചാടി നടക്കുന്ന ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഫേവറേറ്റ് സിനിമകൾ എപ്പോഴും സത്യൻ സാറിന്റെ പടങ്ങളായിരുന്നു. പറയുമ്പോൾ നമ്മൾ കുറെ വലിയ സിനിമകളും ഇന്റർനാഷണൽ സിനിമകളൊക്കെ പറയണതിനേക്കാൾ ഞാൻ മനസ്സിനൊക്കെ ചൂസ് ചെയ്തിരുന്ന ആളായിരുന്നു. ഭയങ്കര 2 വർഷത്തെ ഗ്യാപ്പ്, അതിഭീകര ഗ്യാപ്പില് ഞാൻ പോയിക്കൊണ്ടിരിക്കരുത്. ഇപ്പൊ പിന്നെ ബാക്ക് ടു ബാക്ക് റിലീസ് വരാം, കുഴപ്പമില്ല. ഒരേ ദിവസം തന്നെ 2 റിലീസ് വരാനുള്ള സാധ്യത. അപ്പം ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് സംഗീതം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എന്താ ശരിക്കും അയാളുടെ ഒരു സ്വഭാവം? ഏറ്റവും അങ്ങോട്ട് വിനയം അങ്ങോട്ട് എടുക്കുക. സിനിമ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിട്ട് നീ വില്ലൻ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുമായിരുന്നു. നമ്മൾ 3 പേരും വന്ന് നിന്ന അവിടെ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഹൈപ്പറായിട്ട് നിൽക്കുന്നത് എന്തായാലും നസ്ലിനെ ആദ്യം കാണുന്ന തണ്ണീർമത്തിൽ വെച്ചിട്ട് ഞാൻ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. മമിതേനെ കാണുന്ന സമയത്തും സൂപ്പർ ശരണിയിൽ ഒരൊറ്റ സീനാണ് ചെയ്ത്. അന്ന് നമുക്ക് ആ ഫീല് വന്നിരുന്നു, ഇവൻ എന്തായാലും ഭയങ്കര അടിപൊളിയായിരിക്കും ഇവിടെ എന്നുള്ളത് അന്ന് തോന്നിയിരുന്നു. ആരാ വരട്ടെ. ഹായ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓണത്തിലെ റിപ്പോർട്ടർ ഫിലിംസിനൊപ്പം ചേർന്നിരിക്കുന്നത് നമുക്ക് മലയാളികൾക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട 2 കൂട്ടുകാരാണ്. ഇവര് മുൻ വർഷങ്ങളിൽ ഇറങ്ങിയ ഒരു സിനിമയിലൂടെയാണ് നമ്മൾക്കൊക്കെ ഇത്രയും പ്രിയപ്പെട്ട മനുഷ്യരായിട്ട് മാറിയത്. അമൽ ഡേവിസും കാർത്തികയായിട്ട്. ഇപ്പോൾ അവര് നമ്മുടെ മുൻപിൽ മറ്റൊരു സിനിമയുമായിട്ട് എത്തുകയാണ്. അപ്പം അതിനകത്ത് കൂട്ടുകാരല്ല, അതിനപ്പുറത്തേക്കുള്ള പലതും ആ സിനിമയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സംഗീത് പ്രതാപും അഖില ഭാർഗവനാണ്. സ്വാഗതം. താങ്ക് യു. നിങ്ങളെ കാണുന്ന സമയത്ത് ശരിയാണ്, നിങ്ങൾ അതിനുശേഷം ഒരുപാട് മറ്റു സിനിമകളൊക്കെ ചെയ്തെങ്കിലും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കാർത്തികയും അമൽ ഡേവിസ് ആയിട്ട് വരും. അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ എന്ന ഡയലോഗൊക്കെ ഓർമ്മ വരും. അപ്പം പുതിയ സിനിമയെ കുറിച്ച് സംസാരിക്കാം. അതിനേക്കാൾ മുൻപ് ആ പ്രേമലു നിങ്ങൾ തമ്മിലുണ്ടാക്കിയ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നീട് മറ്റൊരു സിനിമയിൽ ഒന്ന് ചേർന്ന് പിന്നെയും വരുന്ന സമയത്ത് നമുക്ക് അത്രയും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കമ്പനിയുള്ള ആൾക്കാരുടെ കൂടെ പിന്നെയും ജോയിൻ ചെയ്യാന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം മെഡിക്കൽ മിറാക്കിളിലേക്ക് വരുമ്പം അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു 2 പേർക്കും, നിങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതെ, കാരണം ഞാനാണ് ആക്ച്വലി പ്രോജക്റ്റിലോട്ട് ആദ്യം വരുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെ ഫസ്റ്റ് ലീഡായിട്ട് പടം വരുന്നതും അങ്ങനെയായിരുന്നു പ്ലാനൊക്കെ. ഈ സിനിമയായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അവരുടെ സൈഡിൽ നിന്നും മാർക്കറ്റബിലിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ അഖില വന്നാൽ നന്നാവും എന്നുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. അപ്പോൾ എനിക്കുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഔട്ട് കിട്ടുന്നത് നമുക്ക് ഏറ്റവും അടുപ്പുള്ളവരോട് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം ഇതിനു മുമ്പുള്ള എൻ്റെ സിനിമകളിൽ എല്ലാ വർക്കായിട്ടുള്ള കോമ്പിനേഷൻസിൻ്റെയും റീസൺ അവരായിട്ടുള്ള നമ്മുടെ ക്യാമറയ്ക്ക് അപ്പുറത്തുള്ള കമ്പനിയാണ്. അപ്പോൾ അവൾ വരുമ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു. ഇതാണ് ഞാൻ അങ്ങനത്തെ ഒരു പ്രോപ്പർ കോമ്പിനേഷൻ വർക്ക് ചെയ്യേണ്ട ഒരു സിനിമയാണ് 2 പേരുടെ. ഇപ്പം നിങ്ങൾക്ക് 2 പേർക്ക് പകലേക്കാണെങ്കിലും ഒരുപാട് നാളായി ഇപ്പോൾ ഷോർട്ട് ഫിലിംസിലൂടെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു നായികയായിട്ട് നമ്മൾ എത്തുക എന്ന് പറയുമ്പം നമ്മൾ കരിയറിൽ വളരെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു നിമിഷമായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടെ. അത് ഭയങ്കരമായിട്ടുണ്ട്. കാരണം എന്നെ ആദ്യമായിട്ട് ഇത് വിളിച്ച് പറയുന്ന സംഗീതനാണ്. ചിലപ്പോൾ ഇങ്ങനെ ഈ പടത്തിലോട്ട് വിളിക്കും, ഞാനാണ് ലീഡായിട്ട് അഭിനയിക്കുന്നത്, ഇപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യാൻ ചിലപ്പോൾ നിന്നെ വിളിക്കുമായിരിക്കും എന്നുള്ള. അപ്പം തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് 2-3 സീൻസൊക്കെ ചെയ്യിപ്പിച്ച് നോക്കി. പിന്നെ കുറച്ച് ആളായപ്പോൾ പറഞ്ഞു ഓക്കെ പടത്തിലുണ്ടെന്ന്. പിന്നെ അതിനുശേഷം ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ടിങ് ക്യാരക്ടറിന് ലീഡായിട്ടൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. സംഗീതത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എഡിറ്ററായിട്ടാണ് തുടങ്ങുന്നത്, പിന്നീട് വേഷങ്ങളിലേക്ക് എത്തുന്നു, ഇപ്പോൾ ഒരു നായകനായിട്ട് വരുന്നു. ലൈക്ക് ആ ഒരു ഗ്രോത്തും ഭയങ്കര, ഞങ്ങളെ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ഗ്രോത്താണ്. അപ്പോൾ സംഗീതനും അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? ലൈക്ക് ഓക്കെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറുന്നു? എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആക്ടിങ്ങിലേക്ക് എത്തുമ്പോൾ. അതിന് മുമ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷേ ആഗ്രഹങ്ങൾ നടക്കില്ല എന്നുള്ള അവസ്ഥകളായിരുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത കുറേ നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു. അപ്പോൾ നായകനാവുക എന്ന് പറയുന്ന ഒരു സമയത്തും അങ്ങനെ ഒരു പ്ലാനേ
പ്രത്യേകിച്ച് ഇതൊക്കെ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല. ആ, ആ. പക്ഷെ എനിക്ക് വന്നിരുന്ന പ്രൊജക്റ്റുകൾ മോസ്റ്റ്ലി അങ്ങനെയായിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര ഇതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള ചോദ്യം ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും എല്ലാ ക്യാരക്ടർ റോൾസ് ആണെങ്കിലൊക്കെ ചെയ്യുന്നത് എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നോക്കിയിട്ടും കഥ എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നോക്കിയിട്ടും ആയിരുന്നു. ഉം. അപ്പം അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇതിൽ എൻ്റെ ക്യാരക്ടറും ഈ കഥയും ഇത് രണ്ടും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയുടെ ഭാഗമായത്. നിങ്ങളോടൊക്കെ ഈ സിനിമയെ പറ്റിയിട്ട് വന്ന് പറഞ്ഞ വൺ ലൈൻ എന്തായിരുന്നു? ഇങ്ങനെ എല്ലാം കേൾക്കാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെ ഒരു വൺ ലൈൻ ആയിരുന്നോ? ഒരു വളരെ സൂപ്പർ ഹിയറിംഗ് എന്നുള്ള ഒരു അണ്ടർലൈൻ, പക്ഷെ അത് വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു എനിക്കൊക്കെ എക്സൈറ്റ്മെന്റ്. എനിക്ക് ആദ്യമായിട്ട് നായകനാവുന്നു എന്ന് പറയുന്നതിന് ഒരു പ്രഷർ, അതിൻ്റെ കൂടെ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഭാരം കൂടി താങ്ങാനുള്ള ശക്തി ഉണ്ടായില്ല. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആക്കിയത് ഈ സൂപ്പർ പവർ കിട്ടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് ഇതിന്റെ റൂട്ട് ആക്ച്വലി. അപ്പൊ ആ റൂട്ടും പിന്നെ ഒരിക്കലും ഒരു സൂപ്പർ ഹ്യൂമണോ സൂപ്പർ ഹീറോ അല്ല, ആള് ഭയങ്കര സാധാരണക്കാർ. ഇപ്പൊ നമ്മളുടെ ലൈഫിൽ ഇങ്ങനൊരു പവർ കിട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പൊ ഈ ക്യാരക്ടർ റൂബൻ അതിനെ കാണുന്നത് പോലും ഭയങ്കര ഡിഫക്റ്റ് ആയിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ അത് പിന്നീട് അതിന്റെ പ്രോഗ്രഷൻ സംഭവിക്കുന്നതിലൂടെയാണ് ഇതൊരു സൂപ്പർ പവർ ആയിട്ടൊക്കെ മാറുന്നത്. എന്താണ് അഖിലയുടെ ക്യാരക്ടർ? നേഴ്സാണ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റുന്നത്? ഞാൻ നേഴ്സാണ്, വേറെ അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ടോ? എനിക്ക് സൂപ്പർ നാട് മൊത്തം സൂപ്പർ പവർ. നോക്കും മിന്നൽ മുരളിയിലൊക്കെ ഒരാൾക്ക് മാത്രമല്ല അപ്പുറത്തെ അല്ല, ഇത് ആക്ച്വലി അങ്ങനത്തെ ഒരു ഫിക്ഷൻ ഈ സൂപ്പർ ഹീറോയിങ് മാത്രമാണ് ഈ സിനിമയിൽ. അത് സ്റ്റാൻഡ് ചെയ്യുന്ന, അത് റൂട്ട് ചെയ്യുന്ന സ്ഥലവും സാഹചര്യങ്ങളും അവിടുത്തെ എല്ലാ ഫേസ് ചെയ്യേണ്ടി വരുന്ന എല്ലാ കോൺഫ്ലിക്റ്റുകളും സാധാരണ കോൺഫ്ലിക്റ്റുകളാണ്. നമ്മള് പ്രേമലുവിന് ശേഷം സൂക്ഷ്മദർശിനിയാണ് വന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയില് അഖിലനെ നന്നായി കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മറ്റ് ബാക്ക് ടു ബാക്ക് സിനിമകളിലൊക്കെ ഉണ്ടാകും, കാരണം അതിനകത്തുള്ള വേഷം അത്രയും ആണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം ഒരു ചൂസി ആയതാണോ? അല്ല, ചൂസി ആയതല്ല. അതിനുശേഷം പടം ചെയ്തു, അതിറങ്ങാൻ ഡിലേ ആയി. അതുപോലെ പടങ്ങൾ വന്നു, അത് ഓൺ ആവാൻ ഡിലേ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര 2 വർഷത്തെ ഗ്യാപ്പ്, ഒരു അതിഭീകര ഗ്യാപ്പിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കരുത്. അങ്ങനെയാണ്. ഇപ്പൊ അവറാച്ചനൊക്കെ എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനി കഴിഞ്ഞ ഉടനെ ഷൂട്ട് ചെയ്തതാണ്. 2024-25 അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അവറാച്ചൻ ഇപ്പൊ ഇറങ്ങാൻ പോണ സെപ്റ്റംബറിലാണ് ഇറങ്ങാൻ പോണേ. അതുപോലെ അങ്ങനെ 2 പടങ്ങൾ അങ്ങനെ ഭയങ്കര ഡിലേ വന്നുപോയി. ഇപ്പൊ പിന്നെ ബാക്ക് ടു ബാക്ക് റിലീസ് വരാണല്ലോ, പിന്നെ കുഴപ്പമില്ല. ഒരേ ദിവസം തന്നെ 2 റിലീസ് വരാനുള്ള സാധ്യത ആരാ വരട്ടെ. ഇപ്പം ഇതിന്റെ പിന്നണിയിൽ നോക്കുകയാണെങ്കിൽ നിലീൻ സാൻഡ്രയാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. നമുക്ക് പൊതുവെ വിമൻ റൈറ്റേഴ്സ് വളരെ കുറവാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആളുടെ പാർട്ട്ണറാണ് ഇതിന്റെ സംവിധായകനായിട്ട് വരുന്നത്. അപ്പം ആ ഒരു കോംബോ നല്ല ഒരു രസമുള്ള സാധനമാണല്ലോ, ഒരു സിനിമയുടെ പിന്നിൽ 2 പാർട്ട്നേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പം നിങ്ങൾക്കത് എന്താ പറയുക, നിങ്ങൾക്ക് സെറ്റിൽ ഒരു പുതുമയുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു റൈറ്റർ ആൻഡ് ഹസ്ബൻഡ്, അവര് സിനിമയിലും പാർട്ട്നേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്, പുറത്തും സിനിമയ്ക്ക് പിന്നിലും നിൽക്കുന്ന സമയത്ത് അവര് ഭയങ്കര സിംഗുള്ള, അവരെ വർക്കില് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന, തർക്കിക്കുന്ന, എല്ലാ റെസ്പെക്റ്റും കൊടുക്കുന്ന അങ്ങനത്തെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. അപ്പൊ നമുക്ക് നോർമൽ ഇവരുടെ അല്ലാത്ത മൊമെന്റ്സിൽ നമ്മളെല്ലാരും തമാശ പറഞ്ഞിരിക്കുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ ഇവര് കപ്പിൾസ് ആണെന്നുള്ളത്. അതല്ലാതെ അവർ വർക്കിൽ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് അതിൽ തന്നെ ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. 2 പേർക്ക് അവരുടേതായിട്ടുള്ള വിഷനും വാശിയും അത് അച്ചീവ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ആൾക്കാർ തന്നെയാണ്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ക്രിട്ടിസൈസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഔട്ട് ഓപ്പോസിറ്റ് ആളുടെ കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ അത് 2 പേരും ഭയങ്കര വാശിയുള്ളവരാണ്. ഈ പാർട്ട്നേഴ്സിന്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങളുടെ 2 പേരുടെയും ലൈഫ് പാർട്ട്നേഴ്സും ആളുകൾക്ക് കുറച്ച് പ്രിയപ്പെട്ട ആളുകളാണ്. അതിനകത്ത് അഖിലയുടെ പാർട്ട്ണറെ നമുക്ക് അല്ലാതെയും പേജുകളിലൂടെയൊക്കെ അറിയാം. സംഗീതത്തിന്റെ പാർട്ട്ണറെ ഞങ്ങൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും സംഗീതം എഴുതുന്ന കുറിപ്പുകളിലൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തൊരു നല്ല എന്നുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ കരിയറിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഗ്രോത്തിലൂടെ പോകുന്ന സമയത്ത് ഇവർ തരുന്ന ഒരു വലിയ പിന്തുണയുണ്ടല്ലോ. സംഗീതം എഴുതിയിരുന്ന ആ ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഇവരെങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
അപ്പം അങ്ങനെ വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ രണ്ടുപേരുടെ പാർട്ട്നേഴ്സും ലൈഫിൽ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ പറയാൻ കഴിയുമോ രണ്ടുപേർക്കും? എന്തായാലും അച്ഛനവൻ കൂടെ ഒരുങ്ങാണ്, ആ ഒരു സന്തോഷം കൂടിയുണ്ട്. മാളു എനിക്ക് ഭയങ്കര എൻ്റെ ഹോമാണ്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ പ്രൊഫഷണലി ഒക്കെ ബാക്ക് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളതിനേക്കാളൊക്കെ നമ്മളുടെ ഏറ്റവും കുഞ്ഞു വിഷമങ്ങളോടങ്ങി നമ്മളുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഈ വേൾഡിൽ നിന്നുള്ള ഡിസ്കണക്റ്റും സന്തോഷവും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുന്ന ആ സ്ഥലം അവളാണ്. അപ്പോൾ അതാണ് ബേസിക്കലി ഞങ്ങളുടെ കണക്റ്റും ഞങ്ങളുടെ എല്ലാം വരുന്നത്. ഞങ്ങളുടെ ഒരു കണ്ടന്റ് അവൾക്കൊരു ഇന്റർവ്യൂവിന് പോലും വന്നിരിക്കാൻ ഇല്ല, ഞങ്ങളുടെ ഒരു കണ്ടന്റും പുറത്തു വരില്ല. ആകെ ഞാൻ ഈ എഴുതുന്ന സ്ഥലങ്ങളും നമ്മളുടെ മൊമെന്റ്സും മാത്രം. അതുപോലെ തന്നെയാണ് റിയലിയും ഞങ്ങള് പ്രൊഫഷണലി ഒക്കെ ഉള്ള ഡിസ്കഷൻസിനേക്കാളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ പൊട്ട സാരില്ലെന്നൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ചിലപ്പോൾ അതായിരിക്കും വേണ്ടത്. പാർട്ട്ണറും അഭിനയിക്കും ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ. മൂപ്പർക്കും സിനിമയിലേക്ക് നമ്മൾ ചെറിയ സീനിലൊക്കെ കണ്ടു, എങ്ങനെ സിനിമയിലേക്ക് വരാനുള്ള ഒരു പ്ലാനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടോ? പുള്ളി ഇതുപോലെ അഭിനയം ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയപ്പോൾ റീല് തൊട്ടേ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കും ആഗ്രഹമുണ്ട്, പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓഡീഷൻസും കാസ്റ്റിംഗ് കോൾസും ഒക്കെ അയച്ച് അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ജോബിന്റെ ഇടയിൽ അതും രണ്ടും ഒന്നിച്ച് മാനേജ് ചെയ്ത് അങ്ങനെ പോവാ. അച്ഛനാവാൻ ഒരുങ്ങുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും അതിന്റെ ഒരു തയ്യാറെടുപ്പും ഒക്കെ നമുക്ക് കാണുന്ന സമയത്ത് ആഫ്റ്റർ ഓൾ സംഗീതം ഇത്രയും സിനിമകളിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കാണുമ്പോൾ +2 കൊണ്ടിരിക്കാനും പഠിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് സംഗീതം അച്ഛനെ കണ്ടാൽ നമുക്ക് തോന്നില്ല, ഭയങ്കര ഒരു ഫ്രീക്കി അച്ഛനായിരിക്കും. ഞങ്ങള് ആ പോസ്റ്റിൽ എഴുതിയതാ. ഇപ്പോഴും വീട്ടിലൊക്കെ പുറത്തോട്ട് പോകണമെങ്കിൽ അച്ഛനമ്മയും ശരിക്കും ഞങ്ങൾ അനുവാദം ചോദിക്കേണ്ടി വരാറുണ്ട്. രാത്രി ഒരു 10 മണിക്കൊക്കെ ശേഷം പുറത്തിറങ്ങണമെങ്കിൽ അച്ഛനമ്മയൊക്കെ ചിലപ്പോൾ പറയും ഇപ്പൊ പോണോ എന്ന് ചോദിക്കും. വിടും എന്നാലും. അപ്പൊ അങ്ങനെ ഇപ്പോഴും വിടും എന്ന് പറയേണ്ടി വരുന്ന ആ അവസ്ഥയിലാണ് ഞങ്ങള്. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരെയും പിള്ളേരെ പോലെ തന്നെയാണ് ഇപ്പോഴും എല്ലാ ഫാമിലീസും നമ്മുടെ വേണ്ടപ്പെട്ടവരും. ഇപ്പൊ ഞങ്ങളൊരു ഗ്രൂപ്പിൽ പോയപ്പോലും അവളെയൊക്കെ ടേക്ക് കെയർ ചെയ്യണത് ഒരു കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യണ പോലെയാണ് എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും റിയൽ ലൈഫിലുണ്ട്. അപ്പൊ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പോ ഞാൻ പണ്ട് എനിക്ക് പിള്ളേരൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ പിള്ളേരുടെ കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ നമുക്ക് ഇങ്ങനെ എനിക്ക് കുറച്ച് വലുതായൊക്കെ കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 4 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള കുഞ്ഞു പിള്ളേരൊക്കെ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഗോത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മൊമെന്റ്ഫുള്ളായിട്ടുള്ള കുറെ ഇമോഷൻസ് കൂടെ. ഇന്നലെ ഭയങ്കര ഹെക്ടിക്കായിട്ട് ഫുൾ നൈറ്റ് ഷൂട്ടൊക്കെ ആയിരുന്നു. ഷൂട്ടും കഴിഞ്ഞ് ഞാൻ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ്, ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ വൈഫ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോൾ എത്തുക വെച്ചാൽ മാളും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനം വീട്ടിലോട്ട് ഓടി എത്തി. കറക്റ്റ് സമയത്താണ് ബെത്ലഹേമിൻ്റെ ട്രെയിലർ വരുന്നത്. ഞാനപ്പോൾ ബെത്ലഹേമിൻ്റെ ട്രെയിലർ കണ്ട് ഇങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തി. ജസ്റ്റ് വിഷ് ചെയ്തിട്ട് ഞാൻ കട്ടിലിരുന്ന ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയോ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് റീലുകളിലോട്ടൊക്കെ പോയി. സ്വാഭാവികം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് 10 മിനിറ്റ്. അപ്പം ഞാൻ ഓൾറെഡി സോൺ ഔട്ടാ. അപ്പം ഞാൻ ഈ ഉറക്കമില്ലാത്തതിൻ്റെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇവരെ രണ്ടുപേരും ഓർക്കുന്നത്. പെട്ടെന്ന് ഞാൻ ചെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ സംസാരിക്കും എപ്പോഴും. ഇതിൻ്റെ അടുത്ത് വയറ്റിലാണെങ്കിൽ എപ്പോഴും സംസാരിക്കും. ഇപ്പം ചവിട്ടൊക്കെ തുടങ്ങി പോയി. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ ഞാൻ പറയണില്ല, അവ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കറക്റ്റ് ചവിട്ടി കിട്ടും. അപ്പം അതൊക്കെ അപ്പം എനിക്ക് ഭയങ്കര ഇമോഷണലായി ഞാൻ. അത് ടേക്ക് കെയർ ചെയ്യാൻ നമ്മുടെ എവിടേക്കോ നമ്മുടെ പ്രഷറോ നമ്മുടെ വർക്കോ ഒക്കെ പറ്റിയില്ല. അപ്പം ഞാനിതിനൊരു വലിയ കുറേ കൂടെ അങ്ങോട്ട് മുമ്പോട്ട് ആലോചിച്ച് നോക്കി. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴൊക്കെ ഇനി എപ്പോഴും കുട്ടികളുടെ കൂടെ നമ്മൾ ഉണ്ടാവേണ്ടതൊക്കെയാണല്ലോ. അപ്പം ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായില്ല ഒരു രീതിയിൽ. കാരണം ഇത് തന്നെയായിരുന്നു, നമ്മൾ ഒരു പാരൻ്റ് ആവാനുള്ള എല്ലാ ക്വാളിറ്റി നമുക്ക് വേണം. അതിപ്പോഴും ആയിട്ടില്ലെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് കിട്ടിയത് നമ്മൾ സന്തോഷമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, ഇനി ലേൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണല്ലോ പറയാ, കുഞ്ഞിനോടൊപ്പമാണ് ഓരോ അച്ഛനമ്മയും വളരുക. അത്രയും പ്രിപ്പയർഡ് ആയിട്ടൊന്നും ഇതിന് സ്വാഗതം ചെയ്യാൻ പറ്റില്ലല്ലോ. അഖിലയുടെ മനസ്സിൽ എങ്ങനെയുള്ള ഒരു അച്ഛനായിരിക്കും ഇയാളുടെ കരുതുന്നത്? ഭയങ്കര ഫ്രീക്കനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഈ കുട്ടികളെ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാര് പാരന്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമില്ലാന്ന് കണ്ടിട്ടുണ്ട്. ഇതും ഏകദേശം അങ്ങനെ മറ്റേ കൊച്ചിന്റെ കൂടെ തുള്ളിച്ചാടി നടക്കുന്ന ഫ്രീക്കിന്റെ അടി ആയിരിക്കും മിക്കവാറും. ഇപ്പം
പിന്നെ ഈ പടത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഷറഫുദ്ദീൻ ഇതിനകത്തൊരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പത്രോസിന്റെ പടപ്പുകൾ തൊട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ അതിനകത്ത് എഡിറ്ററും കൂടിയായിരുന്നു. അപ്പം ഞാൻ ഈ പടത്തിന്റെ ഈ ടീസറിന്റെ ഇങ്ങനെ റിയാക്ഷൻസ് പറഞ്ഞപ്പോൾ അതിന്റെ കമന്റിലും ടീസർ റിയാക്ഷൻ വീഡിയോസിലും കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംഗീത് പ്രതാപും ആയിക്കോട്ടെ, അഖില ആയിക്കോട്ടെ, ഷറഫും ആയിരിക്കട്ടെ, എല്ലാവർക്കും ഭയങ്കര കോമഡി ടൈമിംഗ് ഉള്ളവരാണ്. അപ്പം ഷറഫുവിന്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇപ്പം ഭയങ്കര നൈസാണ്. ലൈക്ക് എല്ലാം ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആണ്. എല്ലാവരും പ്രേക്ഷകർ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്ന ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിരുന്ന ഒരു കൂൾ ഫാമിലി മൂവീസ് ഒക്കെയാണ് ആള് അധികം ഇപ്പം ചെയ്യുന്നത്. മോളിവുഡ് ടൈംസ് ഉണ്ട് അപ്പുറത്തെ അല്ലാതെ. അപ്പം നിങ്ങൾ ബാക്ക് ടു ബാക്ക് ഷറഫ് ഉള്ള ഒരു പടത്തിൽ നിങ്ങളും വരുന്നു, അതിന്റെ ഒരു കോമ്പിനേഷന്റെ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പൊ ഷറഫുദ്ദീൻ എന്നുള്ള ഒരു ആക്ടറിനെ പറ്റിയിട്ടും ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു എന്താണ് ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നാ പറയാൻ പറ്റുക? ഷറഫിക്കയുടെയും അഖിലയുടെയും ഒക്കെ ക്യാരക്ടർ ഇപ്പോൾ നറേറ്റീവിന്റെ ഭാഗമായിട്ട് അധികം എക്സ്പ്ലോർഡ് അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറയാം. കാരണം ഇതിപ്പോ ഇങ്ങനത്തെ നമ്മളുടെ USP ഇതാണ്, ഈ സൂപ്പർ ഹിയറിംഗ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കഥാപാത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് വെച്ച് നോക്കുമ്പോൾ അഖിലയ്ക്കും ഷറഫിക്കും എൻ്റെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, എൻ്റെ ക്യാരക്ടറുടെ തന്നെ ഇമ്പോർട്ടൻസുകളുണ്ട്. അപ്പൊ ഷറഫിക്ക എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ പത്രോസിൽ വെച്ചിട്ട് കാണുമ്പോഴേ ഭയങ്കര ഭീകര കോമഡി ടൈമിങ്, ഈ പറഞ്ഞ പോലെ തന്നെ കൗണ്ടറുകൾ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ എഴുതി വെച്ചതിന്റെ ഭയങ്കര മുകളിലുള്ള കോമഡി മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ മധുരമനോഹര മുഖത്തിലൊക്കെ ഇടയ്ക്ക് രതീഷ് എന്തേലൊക്കെ അവരുടെ ഒരു എക്സ്പ്രഷനോ, ആ എക്സ്പ്രഷൻ ഭയങ്കര രസമാണ്. അതെല്ലാവരും ഈവൻ മോളിവുഡ് ടൈംസിലാണെങ്കിലും ബാക്കി മൂവീസിലൊക്കെ. ഞാനത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെ. അപ്പൊ ഷറഫിക്ക ഞങ്ങൾക്ക് ശരിക്കും പത്രോസിൽ തന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ഷറഫിക്കയുടെ. ഷറഫിക്ക എഴുതുമ്പോഴും അങ്ങനെയായിരുന്നു, ചെയ്തപ്പോൾ അതിൻ്റെ ഭയങ്കര മുകളിലേക്ക് പോയി. അതിനെ ഏറ്റവും ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ റിസെപ്റ്റീവായിട്ട് എടുത്ത ക്യാരക്ടറും ഷറഫിക്കയുടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഫുള്ള് കണ്ടതാ ഷറഫിക്ക എങ്ങനെ ഒരു ക്യാരക്ടറിനെ എടുക്കണം. അന്ന് നമ്മളുടെ വ്യൂ മുഴുവൻ ഒരു ഡയറക്ടോറിയൽ എഡിറ്റർ വ്യൂവിലാണ് നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എത്തുമ്പോഴേക്കും കോ ആക്ടറായിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ മോളിവുഡിൽ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾക്കൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സീനിൽ നമ്മൾ വന്നു ഒരൊറ്റ സീനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പം ഞാനിങ്ങനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അന്ന് തന്നെ, ആളുടെ കൂടെയാണ് ഇനി കുറേ ദിവസങ്ങൾ. ഉടനെ തന്നെ ഷൂട്ടും ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് ഷറഫിക്കയുടെ ഭയങ്കര റേഞ്ചുള്ള ആക്ടറാണ് ഷറഫിക്കയുടെ. അപ്പോൾ ഈ ക്യാരക്ടറും ഭയങ്കര കിഡിലമായിട്ട് റിട്ടേൺ ആണ്, ഭയങ്കര അടിപൊളിയായിട്ട് എഴുതിയിട്ട് നമുക്ക് ഷറഫിക്ക വന്നിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ആ സാധനം അതേ ഇമ്പാക്റ്റിലോ അതിൻ്റെ മുകളിലുള്ള ഇമ്പാക്റ്റിലോ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര കോ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവരിലൂടെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇപ്പം അഖില നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സിൻ്റെ അതിലൂടെയാണ് നമ്മൾ അഖിലയെ ഭയങ്കരമായിട്ട് കാണുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രസമായിട്ടുള്ള ഒരു കാര്യം തോന്നിയത്, ഇപ്പോൾ നിങ്ങൾ റീൽസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിടിക്കുന്ന ഒരു കോമഡിയുടെ മീറ്റർ ഉണ്ട്, അത് വേറൊരു സാധനമാണ്. അപ്പോൾ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സിലാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കാഷ്വൽ രീതിക്കാണ് അതിനെ പ്രസന്റ് ചെയ്യുന്നത്. നമുക്കതൊരു ഷോർട്ട് ഫിലിം കാണുകയാണെന്ന് പോലും തോന്നില്ല, എവിടെയോ ക്യാമറ വെച്ച ആൾക്കാർ അഭിനയിക്കുക, അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ ഇപ്പം പ്രേമലുവിലേക്ക് എത്തുവാണെങ്കിലും സൂക്ഷ്മദർശിനിയിലാണെങ്കിലും ഒക്കെ അതിന് സിനിമാറ്റിക് ആയിട്ടുള്ള കുഞ്ഞ് എലമെന്റുകളുള്ള എന്നാ ഒരു മീറ്ററുള്ള സാധനമുണ്ട്. അപ്പം ആ ഒരു മീറ്റർ അതിൽ ഓരോ സാധനത്തിനും ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളതാണോ, അല്ലെങ്കിൽ അഖില പ്രിപ്പയർ ചെയ്യാറുണ്ടോ? ഒരു റീൽ ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ അഭിനയിക്കാം, ഷോർട്ട് ഫിലിമിലാണെങ്കിൽ ഈ ഒരു മൂഡ് പിടിക്കാം, അല്ലെങ്കിൽ ഇപ്പം സീരീസ് മുത്തശ്ശിയൊക്കെ വരുമ്പം വേറൊരു രീതിക്ക് ചെയ്യാം, ഇങ്ങനെ അഖിലയുടെ ഒരു സ്വന്തം ഡിസിഷൻ ഉണ്ടാവുമോ അതിൽ? എനിക്ക് ആദ്യമൊന്നും ഇതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം അനുരാഗ് വെച്ചാല് ഞാനും അതിലെ നീതു എന്ന് പറയുന്ന ക്യാരക്ടർ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞാനായിട്ട് തന്നെ അങ്ങനെ ചെയ്തതാണ്. അധികം എഫേർട്ട് പരിപാടി, അങ്ങനെ ഭയങ്കര രസമായിരുന്നു അനുരാഗ് ചെയ്യാൻ. പിന്നെ ആദ്യത്തെ 2 പടം കഴിഞ്ഞ് പിന്നെ 3ാമത്തെ പടമാണ് പ്രേമലുവിൽ എത്തുമ്പോഴും നമുക്ക് ഈ ഭയങ്കര വെക്കേഷൻ വൈബ്, അടിച്ചുപൊളി, നമ്മളെല്ലാരും എങ്ങനെയാണോ അതുപോലെ നിന്നങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ കുറച്ചുകൂടി പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ സൂക്ഷ്മദർശനൊക്കെ എത്തുമ്പോഴാണ് പിന്നെയും കുറച്ചും കൂടി പ്രേമലു വെച്ചാൽ നമ്മളെല്ലാവരും ഒരേ ഇതാണല്ലോ. പക്ഷെ സൂക്ഷ്മദർശനിൽ എത്തുമ്പോൾ നസ്രിയുണ്ട്, ബേസിലുണ്ട്, ഇങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും എങ്ങനെയാണ് എന്നുള്ളൊരു പ്രൊഡക്ഷനൊക്കെ വലിയ എന്നുവെച്ചാൽ ബാക്കിയുള്ള മോശമായിട്ടുള്ള ഞാൻ പറയുന്നത്, ആ ഒരു വൈബ് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ
അതിലുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് സീൻസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ ഓരോ പടം കഴിയുമ്പോൾ ഓരോന്ന് പഠിച്ചു വരുമല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രേമലൂന്നായിരുന്നു. പ്രേമലൂന്ന് ഇവരൊക്കെ സീൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷേട്ടനൊക്കെ ആയിട്ട് നമ്മുടെ ഒരു സീനിന് മുന്നേ എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറഞ്ഞു വെക്കും, ഇംപ്രവൈസേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ സൂക്ഷ്മദർശിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് തോന്നുമല്ലോ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, കയ്യിൽ നിന്നിട്ട് ചെയ്യാം എന്നൊക്കെയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം അതിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തിട്ടുള്ളത് മെഡിക്കൽ മിറാക്കിളായിരുന്നു. അത് ഞാൻ മാത്രമല്ല എല്ലാവരും. ഇപ്പോൾ സംഗീതേട്ടനായാലും ഞാൻ പറയുന്നത് എനിക്കൊരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പഠിച്ച് എങ്ങനെ LKG തൊട്ട് പഠിച്ച് തുടങ്ങുന്ന പോലെയാണ് എനിക്കിതിൽ ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്തുനിന്നും. ഇപ്പം ഷാമിൻ ചേട്ടനായാലും സാൻഡ്ര ആയാലും ഇപ്പം സംഗീതേട്ടനായാലും എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലെനിക്ക് മെഡിക്കൽ മിറാക്കിൾ എനിക്ക് കുറച്ചുകൂടി അധികം പെർഫോമൻസ് ബേസിൽ എനിക്ക് കുറച്ചുകൂടി അധികം എല്ലാ ഇമോഷൻസും ചെയ്യാനുണ്ട്. ഇതുവരെ ഞാൻ ചെയ്തത് വെച്ചാൽ ഭയങ്കര തുള്ളിച്ചാടി നടക്കുന്ന കൂട്ടുകാരി, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെഡിക്കൽ മിറാക്കിൾ കഴിഞ്ഞിട്ടാണ് മുത്തശ്ശി ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഈ മെഡിക്കൽ മിറാക്കിളിൽ നിന്ന് കിട്ടിയ ബേസാണ് എനിക്ക് മുത്തശ്ശിയിലും എനിക്ക് ഉപകാരമായിട്ടുള്ളത്. അങ്ങനെയാണ്. ഇപ്പം ഈ നസ്രിയയുടെ ഒപ്പം അഭിനയിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ബേസിലിനൊപ്പം ചെയ്തതിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ. അപ്പം ഇവരുടെ കൂടെയൊക്കെ ആക്ട് ചെയ്തതിന് ശേഷം നമ്മളിൽ രൂപപ്പെടുന്ന ഒരു കോൺഫിഡൻസിന്റെ ലെവൽ ഉണ്ടായിരിക്കില്ല. എസ്പെഷ്യലി ഇപ്പോൾ ഹൃദയപൂർവ്വത്തിൽ ലാൽ സാറിന്റെ കൂടെ നിങ്ങൾ ആക്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു നമുക്കത് നൽകുന്ന ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? അത് നിങ്ങൾ അടുത്ത സിനിമകൾ സെലക്ട് ചെയ്യുമ്പോഴായിരിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു സീനിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സബ് കോൺഷ്യസ്ലി വർക്ക് ചെയ്യുമോ? എനിക്ക് തോന്നുന്നത് അത് പ്രോസസ്സിന്റെ സമയത്തിനേക്കാൾ ഇത് തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾക്ക് ആ കോൺഫിഡൻസ് എത്തുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പ്രോസസ്സിൽ എപ്പോഴും കൺഫ്യൂസ്ഡ്. ഇത് കറക്റ്റാണോ, ഇത് റിപ്പീറ്റിംഗ് ആണോ, ഇത് എത്രത്തോളം ലൈക്കബിൾ ആണ്, അല്ലെങ്കിൽ പുതിയ പരിപാടികളായിരിക്കും ചിലപ്പോൾ ഒരു സീനിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ തന്നെയാണോ? ഈ കോൺഫ്ലിക്റ്റിലും ഈ കയോസിലും ആയിരിക്കും നമ്മൾ പ്രോസസ്സിന്റെ സമയത്ത്. ഞാൻ എൻ്റെ കേട്ടോ പറയണേ, ഞാൻ കൂടുതലും അങ്ങനെ പോകുന്നു. ഷൂട്ടിങ് പ്രോസസ്സിനെ ഉദ്ദേശിച്ച ഷൂട്ട് നടക്കുന്ന സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കര പാസീവായിട്ട് പോയിട്ടുള്ള ഒരു സാധനമോ അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്തൊരു സാധനമൊക്കെ തിയേറ്ററിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രതീക്ഷയിലാണ് നോർമലി ചെയ്തു പോയ സാധനമൊക്കെ തിയേറ്ററിൽ റിസൾട്ട് കിട്ടുന്നത് കാണുമ്പോൾ ഞാൻ കൂടുതൽ പഠിക്കുന്ന ഓഡിയൻസിൽ നിന്നാണ്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട് കറക്റ്റായിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ എൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മെജോറിറ്റി ഈ തിയേറ്ററിനകത്ത് എയറിലുണ്ടാവും നമ്മൾ ചെയ്യുന്നത് വർക്കിംഗ് ആണോ, പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അത് നമ്മൾ ഒരാളുടെ മുഖത്ത് പോലും നോക്കേണ്ടി വരില്ല, നമുക്ക് ആ ഓറ കിട്ടും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ. നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ ഇരുന്നപ്പോഴൊക്കെയുള്ള എൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അറിയാം ഇവിടെയാണ് ലാഗ് അടിക്കുന്നത്. അപ്പം അതിന് പ്രത്യേകിച്ചൊരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും എയറിലുണ്ടാവും ഇവിടെ ലാഗിങ് ആണ്. ആൾക്കാർ അതിപ്പോൾ നമുക്ക് മാത്രം തോന്നുന്നല്ല, അതിനൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു പരിപാടി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാനത് അങ്ങനെയാണ്, അത് എനിക്ക് ആ കോൺഫിഡൻസ് എത്തിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ എല്ലാ തിരുത്തലുകളും കറക്ഷൻസും ഒക്കെ ഉണ്ടാവുന്നതും കൂടുതലും തിയേറ്ററിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. ഇപ്പം ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഇപ്പം സംഗീതം അന്ന് പങ്കുവെച്ച സമയത്തും ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ ഒപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നു, പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം കംഫർട്ട് ചെയ്യുന്ന ഒരു ലെവൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു കുറച്ചൊക്കെ നാളിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ലുക്ക് ബാക്ക് ചെയ്യുമല്ലോ, ഓക്കെ നമ്മൾ ചെയ്ത സിനിമകളൊപ്പം വർക്ക് ചെയ്ത ആളുകൾ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരു ഹൃദയപൂർവ്വത്തിൽ ലുക്ക് ബാക്ക് ചെയ്യുമ്പം ഏറ്റവും വലിയ ടേക്ക് അവേ എന്തായിരിക്കും? ടേക്ക് അവേ എനിക്ക് അന്നത്തെ ദിവസങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ നിന്നിട്ടുള്ള സ്ഥലം, അവിടെ ഉള്ള മനുഷ്യർ, സത്യൻ സാറാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒക്കെ നമുക്ക് ഇനി അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും എന്നറിയില്ല ലൈഫിൽ. ഇനി ഉണ്ടായാലും അതെങ്ങനെയാണെന്നും അറിയില്ല. അപ്പം ആ ദിവസങ്ങളൊക്കെ ഭയങ്കര ട്രഷറാണ്. ഇത്രയും അതിന് മുമ്പും ശേഷമൊക്കെ ചെയ്ത സിനിമകളുടെ ഒപ്പം തന്നെ. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡാണ് ഇതൊക്കെ ഇവരെന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇവരെ നോക്കിയിട്ടാണ്. നമ്മൾ അതിനൊക്കെ മുമ്പ് കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ ഒരു അച്ഛനായിട്ടും അച്ഛൻ ഫിഗറിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഹീറോ, സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്ന ലാലേട്ടനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആസ് എ ഫിലിം എന്താ പറയുക ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഫേവറേറ്റ് സിനിമകൾ എപ്പോഴും സത്യൻ സാറിൻ്റെ പടങ്ങളായിരുന്നു. പറയുമ്പോൾ നമ്മൾ കുറേ വലിയ സിനിമകളും ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ പറയണതിനേക്കാൾ ഞാൻ മനസ്സിനൊക്കെ ചൂസ് ചെയ്തിരുന്ന ആളായിരുന്നു. നമ്മൾക്ക് സമാധാനം കിട്ടുന്ന സിനിമ എന്നുള്ളത്. അപ്പം അവരുടെ കൂടെ അവരുടെ
വാക്കുകൾ കേട്ട് അവരുടെ കഥകൾ കേട്ട് അവർ പറഞ്ഞു തന്ന ഡയറക്ഷനിൽ അഭിനയിക്കുക, ആരുടെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഒപ്പം അതിന് കിട്ടിയ റിസൾട്ടായിരുന്നു ഏറ്റവും വലിയ ഇതെല്ലാം കൾമിനേറ്റ് ചെയ്ത് നമുക്കൊരു സന്തോഷം തന്നത്. ഇതെല്ലാം എല്ലാം എവറിത്തിങ് ബെറ്റർ ആയിട്ട് വന്നു, റൈറ്റ് ആയിട്ട് വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം വരുന്നത്. യെസ് യെസ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്നത് പോലെ അഖിലേക്ക് വരുന്ന റോളുകളിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കോമഡിയുടെ എലമെൻ്റ് ഉള്ള അങ്ങനത്തെയൊക്കെ, അപ്പം അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് നസ്രിയ എന്ന് പറയുന്നത്. അപ്പം നസ്രിയയുടെ ഒപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സീനിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്തോ അതിനകത്ത് എങ്ങനെയാണ് ഈ സിമ്പിൾ കോമഡീസ് വർക്കൗട്ട് ആവുന്നതെന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സൂക്ഷ്മദർശിനിയുടെ സമയത്ത്? എനിക്ക് തോന്നുന്നു ഞാനും നസ്രിയ ഉള്ളതിനേക്കാൾ കൂടുതൽ ഞാനും പൂജച്ചേച്ചിയായിരിക്കും കൂടുതൽ, കാരണം നമ്മൾ ഒന്നിച്ച് തന്നെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളായിരുന്നു കൂടുതൽ സീനും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമുക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു, മറ്റേ ചുരണ്ടി നോക്കാൻ പോണ ആ സീൻ. ഞങ്ങൾ ഭയങ്കരമായിട്ട് എപ്പോഴും പറഞ്ഞു ചിരിച്ച് പിന്നെയാണ് അത് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു ആ സീൻ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ 3 പേരുള്ള സീൻ, നസ്രി ചേച്ചിയും പിന്നെ പൂജ ചേച്ചിയും ഞാനും ഉള്ള സീൻസ് ആയാലും നമ്മൾ 3 പേരും വന്ന് നിന്ന അവിടെ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഹൈപ്പറായിട്ട് നിൽക്കുന്നത് എന്തായാലും നസ്രി ചേച്ചിയായിരിക്കും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന തമാശകൾ, നമ്മൾ ഡയലോഗ് പറയുമ്പോൾ തെറ്റിപ്പോകുന്നതായാലും നാവടക്കി പോണെയാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കുറെ തമാശകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മോളിവുഡ് ടൈംസിലാണല്ലോ ഒരു നെഗറ്റീവ് ആണോ വില്ലനാണോ ചോദിച്ചാൽ ആണ്, എന്നാൽ നമുക്കത് അങ്ങോട്ട് പറയാനും വയ്യ. അത് ഭയങ്കര രസമുണ്ടായിരുന്നു നിങ്ങൾ ആ കഥാപാത്രത്തെ ചെയ്തത്. ഇപ്പോൾ ഒരു പോയിന്റിന് ശേഷം വിനീത് മാധവനെ പോലെ തന്നെയുള്ള ഡ്രസ്സിലേക്ക് മാറുന്നു. പിന്നെ ഇതിനെ പറ്റിയുള്ള ഒരുപാട് എഴുത്തുകൾ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഭരദ്വാജ് രംഗൻ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു, ശരിക്കും അതിനകത്തുള്ള ഏറ്റവും വലിയ വിനീത് മാധവനാക്കുന്ന ക്രൈമോ അങ്ങനത്തെ ചെയ്യുന്നത് അയാളുടെ ഐഡന്റിറ്റി എടുക്കുക, ആ പരിപാടി ചെയ്ത ആളായിരുന്നു. ഇത് പിന്നൊക്കെ നോക്കുമ്പോഴാണ് ആ കഥാപാത്രത്തിന് എന്തോരം ലെയറുകളാണ് എന്നുള്ളൊരു സംഗതി മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ആൾക്കും കുറേ ന്യായങ്ങളുണ്ട്, ആള് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ദൂരം ഒക്കെ ഉണ്ട്. അപ്പം ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് സംഗീതം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എന്താ ശരിക്കും അയാളുടെ ഒരു സ്വഭാവം? അത് ഭയങ്കര എന്ത് മനുഷ്യ അല്ല, എന്നോട് പറഞ്ഞിരുന്നത് കോർ ഇന്നസെന്റ് ആയിട്ട് പുറത്ത് ബിഹേവ് ചെയ്താൽ മാത്രം മതി എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ആ കോർ ഇന്നസെൻസിൽ നമ്മൾ ചെറിയ ട്വീക്കുകൾ കൊടുക്കും, കുറച്ച് ഈ പറഞ്ഞ ഫ്രോഡ് ആയതിൻ്റെ ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് സീനായിരുന്നു, എൻ്റെ ആ സ്റ്റേജിലേക്ക് കയറുന്ന സീൻ തന്നെയായിരുന്നു അവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അങ്ങോട്ട് വിനയം അങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം വിനയം വരിക, തല മണ്ണി താന്നാൽ അത്രയും നല്ലത് എന്നുള്ളതായിരുന്നു ചിന്തിച്ചിരുന്നത്. അഭിചേട്ടനും ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തത് ഭയങ്കര, എനിക്കറിയില്ല എങ്ങനെയാ നമ്മൾ ചെയ്യുന്ന സമയത്തും. പിന്നെ എസ്പെഷ്യലി ഒരു എഡിറ്റർ ആണല്ലോ ഇത് ചെയ്ത്. പക്ഷേ ആ സിനിമ അതിന് പുറത്ത് വന്നതിന് ശേഷം ഇപ്പൊ അതിനകത്ത് അഭിനയിച്ചിരുന്ന പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ മൊത്തം സ്റ്റോറി അറിയില്ലായിരുന്നു, ഇത് എങ്ങനെയാ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു, ബേസിൽ വന്നു പോയി പിന്നെയാണ് പടമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം സംഗീതന്റെ ക്യാരക്ടറിന്റെ മൊത്തം ആർക്ക് പറഞ്ഞു? എനിക്ക് പടം മൊത്തത്തിൽ എന്നോട് അഭിചേട്ടൻ നറേറ്റ് ചെയ്തായിരുന്നു, ഫുൾ കഥ പറഞ്ഞു. അപ്പൊ എന്റെ ക്യാരക്ടറുടെ പ്ലേസ്മെന്റുകളും, ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞ എനിക്ക് 8 ദിവസം ഷൂട്ടുള്ളൂ. പടം ഒരു കുറെ ദിവസം ഷൂട്ട് ചെയ്തതാ, അതിന്റെ ഒരു 10% പോലും ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് വരുന്ന സ്ഥലങ്ങള് ഭയങ്കര കോർ പ്ലോട്ട് പോയിന്റുകളായതുകൊണ്ട് ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നോണ്ടായിരിക്കാം. ഞാനിപ്പോ എല്ലാവരോടും പറയും, നമ്മള് കണക്ക് കൂട്ടുന്ന അത് വെച്ചിട്ടാണല്ലോ, ഇത്രയും വലിയ പടത്തിൽ ഇത്രയും ദിവസം ഷൂട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കണ്ടന്റ്, ഒരു 15 മിനിറ്റ്. അപ്പൊ ഞാൻ വന്ന് പോവും, ചെറിയ പരിപാടിയാ, ക്യാരക്ടർ നല്ലതാ പക്ഷെ ചെറിയ പരിപാടിയാ എന്നിങ്ങനെ എല്ലാവരോടും, നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ പറയുമായിരുന്നു. സിനിമ കണ്ടിട്ട് എല്ലാവരും ഇത് ചെറിയ പരിപാടി പറഞ്ഞിട്ട് നീ വില്ലും പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുമായിരുന്നു. അപ്പോ എനിക്ക് കഥ മൊത്തത്തില് പറഞ്ഞു തന്നിരുന്നു അഭിചേട്ടൻ. പിന്നെ ഈ സീരീസ് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ഇപ്പം മലയാളത്തിൽ അങ്ങനെ ഭയങ്കര ലോങ് സീരീസസ് കുറവാണ്. ഇപ്പം ബാക്ക് കേരള ക്രൈം ഫയൽസ് ഒക്കെ ആയിരിക്കും ഒരു സീസണൊക്കെ പിന്നീടും, എന്നാലും കുറേ മിനി സീരീസുകളാണ്. പക്ഷേ ഈ സീരീസ് എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്ന ലൈക്ക് OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുമ്പം നമ്മുടെ ഒരു മലയാള സിനിമ ചെയ്യാൻ പോകുന്നതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണോ ഈ ഇതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കി പ്രോസസ്സൊക്കെ? ഇല്ല, എനിക്കങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സിനിമ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. പിന്നെ
ഇതിങ്ങനെ എപ്പിസോഡ്സ് ആയിട്ട് വരുന്നു, ഇത് ഒറ്റ സ്ട്രെച്ചിലങ്ങ് പോകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ നമ്മളൊന്നാമത്തത് ഷൂട്ട് ചെയ്യുമ്പോൾ നോൺ ലീനിയറിലേക്കല്ലേ ചെയ്യുന്നത്. നമ്മൾ സിനിമ ചെയ്യുമ്പോഴും ഫസ്റ്റ് സീൻ തുടങ്ങി ലാസ്റ്റ് സീൻ വരെ ഒരുമിച്ചല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഒരു ട്രാൻസിഷൻ മനസ്സിലാവും. ഇപ്പൊ ഒരു ക്ലിഫ് ഹാങ്കേഴ്സ് ഒന്നും നമുക്കറിയില്ലല്ലോ. ഇവിടെ ആ സീനിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. അതിപ്പോ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സീൻ ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ഒരു പ്ലോട്ട് പോയിന്റിൽ വരുന്നതാണെന്നുള്ളത്. മറ്റേ ലീനിയർ ആയിട്ടുള്ളത്, സ്ക്രിപ്റ്റ് വൈസ് അല്ലല്ലോ നമ്മൾ പോകുന്നത്. ചിലപ്പോൾ ക്ലൈമാക്സ് ആദ്യം എടുക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം സംഗീത എഡിറ്റർ ആയിട്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പം പിന്നെ കുറച്ച് നാൾ സിനിമകളൊക്കെ ഡിഫറെൻറ്റ് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സംഗീത ഇപ്പോൾ ചെയ്യുന്ന വേഷങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആ സിനിമകളാണെങ്കിലും ഒക്കെ അത് ഒന്നും ഇങ്ങനെ വെറുതെ എന്ന് നമുക്ക് തോന്നുന്ന സിനിമകളല്ല. അതിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം ആ സിനിമയുടെ കഥ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. ഈ സംഗീതത്തിൻ്റെ ഒരു എഡിറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസും കൂടിയാണോ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷന് ഭയങ്കര ഒരു സഹായിക്കുന്ന ഒരു ഘടകം? അതോ ആക്ടർ തന്നെയാണോ? ആക്ടറും അല്ല എഡിറ്ററും അല്ല. ഞാൻ എൻ്റെ ഓഡിയൻ എന്നുള്ള സാധനമായിരിക്കും എന്തെങ്കിലും രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വരാൻ ചാൻസ്. കാരണം പണ്ട് തുടങ്ങിയ തിയേറ്ററിലെ എല്ലാ സിനിമകളും, പ്രത്യേകിച്ച് മലയാളം സിനിമകളുടെ ഒരു പൾസ് ഓൾമോസ്റ്റ് മലയാള സിനിമകൾ, പ്രത്യേകിച്ച് തിയേറ്ററിൽ വർക്കാവുന്ന സിനിമകളും ഒരു എക്സ്പെരിമെൻ്റലി വരുന്ന സിനിമകളും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വർക്ക് ആവാതെ വരുന്ന സിനിമകളും ഞാൻ കാണാറുണ്ട്. നെക്സ്റ്റ് ഒരു ടയറിലുള്ള സിനിമകൾ ഒഴിച്ചാൽ ഉള്ള മോസ്റ്റ് ഓഫ് ദ സിനിമകളും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാറുണ്ട്. അപ്പോൾ ഈ എഡിറ്റ് ചെയ്തിരുന്ന സമയത്തും ഞാൻ ഈ പറഞ്ഞ ഓഡിയൻസ് റിയാക്ഷൻസ്, അവരുടെ ഇമോഷൻ എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കാറുണ്ട്. അപ്പം അതിൽ നിന്നായിരിക്കണം ഈ ഒരു സംഭവം എന്താ പറയുക, അത് സബ് കോൺഷ്യസ്ലി വർക്ക് ചെയ്യുന്നതായിരിക്കാം. പിന്നെ പണ്ട് തുടങ്ങിയ നമ്മൾ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതാണ്, കഥകൾ എഴുതാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണോ അല്ല തിയേറ്ററിൽ വർക്കിംഗ് ആവുന്നതാണോ എന്നുള്ളത് ആണ് മോസ്റ്റ് ഓഫ് ദ സിനിമകൾ നോക്കുന്നത്. ചിലത് ഇതിപ്പോൾ തിയേറ്ററിൽ വർക്കാവാൻ സാധ്യതയില്ല, പക്ഷെ ഞാനൊരു പുതിയ കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്, തിയേറ്റർ നോക്കണ്ട, തിയേറ്ററിൽ വർക്ക് ആയാലും ഇല്ലെങ്കിലും ഇത് ചെയ്യാം, കാരണം എനിക്കിത് ഭയങ്കര പുതിയതായിരിക്കും എന്നോർത്തിട്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ എന്തായാലും ഒരു ഓണം സമയത്താണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഇപ്പം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും ഓണം എന്ന് പറയുമ്പോൾ. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു ഓണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നൊരു സംഗതി എന്തായിരിക്കും രണ്ടുപേർക്കും? വീട്, വീട്ടുകാർ. ഇപ്പം ഈ സെറ്റിലെ ഓണാഘോഷങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓണാഘോഷങ്ങളിലൊക്കെ യൂഷ്വലി എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ സെറ്റിൽ ഓണമായാലും വിഷു ആണെങ്കിലും ഒക്കെ എപ്പോഴും സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ റൂട്ടീനായി തുടങ്ങി അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് വീട്ടിൽ ഓണമാണ് അങ്ങനെ വലിയ മെമ്മറികളില്ലാത്തത്. ഞങ്ങൾ വീട്ടിൽ സദ്യ തന്നെയാണ് ഒരേ ഒരു മെമ്മറി. ഈ സെറ്റിലെ ഓണാഘോഷത്തിന്റെ കാര്യം പറയുമ്പോഴേ ഷൂട്ടിലുള്ള ഷൂട്ട് പോയി ചെയ്യണം, പിന്നെ വന്ന് ഓണാഘോഷിക്കാം, ആ മൂടാണ് അതോ? അല്ല, ഓണാഘോഷം എന്ന് പറയുമ്പോൾ അവിടെ പൂക്കളൂടലോ കൊടന്തല്ലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും കാണാൻ നമ്മൾ പ്രേമലുകളാണ് തുടങ്ങിയത്. അപ്പൊ അതിനകത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പ്രേമലുവിന് ശേഷം നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, അതിനകത്തുള്ള ഇപ്പൊ മമിത ലൈക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്, ഓണം റിലീസ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നു. നസ്ലിൻ വേറൊരു സ്പേസിലെത്തി നിൽക്കുന്നു. ഇപ്പം അതിനകത്ത് JK ശ്യാമ ആണെങ്കിലും നമുക്ക് നല്ല നല്ല വേഷങ്ങളിൽ പിന്നീട് കാണാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഒരു ടീമിൽ വർക്ക് ചെയ്തിട്ട് അത് നമുക്കറിയാം ടീമിൻ്റെ ഒരു ഓഫ് ക്യാമറയിൽ ഭയങ്കര രസമുള്ളൊരു ടീമായിരുന്നു. നിങ്ങൾ ഉണ്ടായിരുന്ന മെയിൻ ആൾക്കാരെല്ലാവരും നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് നല്ല നല്ല റോൾസിൽ എത്തി നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പം അതിനെപ്പറ്റി നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും സംസാരിക്കലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ സിനിമ റോൾസും കാര്യങ്ങളൊക്കെ പറ്റി പോകലുണ്ടോ? നമ്മൾ ഓൾമോസ്റ്റ് 2 ദിവസം കൂടുമ്പോൾ സംസാരിക്കുന്ന ഫ്രണ്ട്സാണ് ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മളുടെ എല്ലാ ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ സാധാരണ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എങ്ങനെയായിരിക്കും അതേ എന്താ പറയുക, അതേ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതും കൺഫ്യൂഷൻ ഷെയർ ചെയ്യുന്നതും തമാശ പറയുന്നതും കളിയാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ സ്നേഹവും തല്ലുടുത്തങ്ങളും ഉള്ള അതേ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് മമിതയുടെയും നസ്ലിൻ്റെയും കാര്യം പറയുമ്പം അവരുടെ കാര്യത്തിൽ നമ്മൾ കാണുന്ന ഗ്രോത്തും സർപ്രൈസിങ് ആണ്, നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. എല്ലാവരും ഒരു നെക്സ്റ്റ് ഒരു
ആ ഒരു ലെവൽ ഓഫ് ഹീറോയിക് സംഭവങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പം അത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രേമലുവിൻ്റെ ഒരു ഫീൽ നമുക്ക് ചിലരെ കാണുമ്പോൾ തോന്നുമല്ലോ, ലൈക്ക് ഇവർ ഒരു മലയാള സിനിമയിലോ ബാക്കി സിനിമകളിലോ ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് എത്തും എന്നുള്ളത്. അപ്പം നിങ്ങൾ അത്ര അടുത്ത് നിന്ന് കാണുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ, ലൈക്ക് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആ ഒരു നമ്മൾ സ്ഥലത്തേക്ക് കാണുമ്പോൾ ഇപ്പൊ ഞാൻ നെസ്ലിനെ ആദ്യം കാണുന്നത് തണ്ണീർമത്തിൽ വെച്ചിട്ട്, ഞാൻ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. യെസ് അന്ന് നമുക്ക് ആ ഫീല് വന്നിരുന്നു, ഇവൻ എന്തായാലും ഭയങ്കര അടിപൊളിയായിരിക്കും ഇവിടെ എന്നുള്ളത് അന്ന് തോന്നിയിരുന്നു. ഞാനിതുപോലെ മമിതേനെ കാണുന്ന സമയത്തും സൂപ്പർ ശരണിയിൽ ഒരൊറ്റ സീനാണ് ചെയ്ത്, ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോഴേ ഭയങ്കര രസമുണ്ടല്ലോ ഈ കുട്ടി. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ മെയിൻ ക്യാരക്ടർ ആണോ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ ഒരു സീൻ ചെയ്യാനാ ചെല്ലുന്നത്. കഥ എനിക്കറിയായിരുന്നു, പക്ഷെ ഇതാണ് പരിപാടി സോന അതൊന്നും എനിക്ക് അത്രയ്ക്ക് കറക്റ്റ് കണക്ട് ആയിട്ടുണ്ടാവില്ല. ഗിരീഷേട്ടൻ അതിന് മുമ്പൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തപ്പോഴും അങ്ങനെ തോന്നിയിരുന്നു ആ ഫീൽ. പക്ഷെ നമ്മൾ പ്രേമലൂല് എത്തിയപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഭയങ്കര പ്രൂവൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവർ ഓൾറെഡി ഈ പറഞ്ഞ ഏറ്റവും ഹൈറ്റ്സിൽ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ സിനിമകൾ ചെയ്തത്. അതിൽ നിന്നുള്ള ഗ്രോത്തുകളാണ് പിന്നെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് പിന്നീട് അങ്ങോട്ടേക്കും സംഭവിക്കുന്നത്. ഇവര് അവരെ പറ്റിയുള്ള ക്ലാരിറ്റി നമുക്ക് ഭയങ്കര എവിഡന്റ്ലി തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും സംസാരിക്കും വിജയ്, സൂര്യ, അല്ല എന്താ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ഗാംഗിൽ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആണ് ഇപ്പൊ വിജയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുക, സൂര്യയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളത് ഗ്രൂപ്പിലിട്ട് ആഘോഷമാക്കുന്നുണ്ടാവും. എസ്പെഷ്യലി നിങ്ങൾ സിനിമാക്കാരായതുകൊണ്ട് അത്രയ്ക്ക് ഉണ്ടാവില്ലായിരിക്കും. എന്നാലും നമ്മളിപ്പോ കമന്റിലൊക്കെ വായിക്കുമ്പോണ്ട്. അപ്പം അമിതയോട് നിങ്ങൾ അങ്ങനെ ഫണ്ണി ആയിട്ട് പറയലുണ്ടോ, എന്താ ഇത് വിജയ്, സൂര്യ, ധനുഷ് എല്ലാവരും ആയല്ലോ? നമ്മളിപ്പോ ഇതിന്റെ എല്ലാ ഫ്രം ദ കോർ എല്ലാത്തിലും കൂടി കടന്നു പോകുന്നവരല്ലേ, ഇവരുടെ എല്ലാം ഷെയർ ചെയ്യുന്നവരല്ലേ. അപ്പൊ ഇത് ഇടയ്ക്ക് വിളിക്കുന്ന ഫ്രണ്ട്സോ കോവർക്കേഴ്സോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഇങ്ങനത്തെ ഒരു കമന്റിനുള്ള സ്പേസ് ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോ ഇവരെ എന്തിൽ കൂടിയാണ് ഇവർ ഇതിലേക്ക് എത്താൻ വേണ്ടി കടന്നു വന്നത്, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോ അവര് എന്ത് പ്രോസസ്സിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എല്ലാ പെയിനും എല്ലാ സന്തോഷവും എല്ലാ ഇമോഷൻസും നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഭയങ്കര വേറൊരു എന്താ പറയാ ഓവർവെൽമിംഗ് ആയിട്ടാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓണം റിലേറ്റഡ് ഞാനൊരു കുഞ്ഞ് റാപ്പിഡ് ഫയർ ചോദിച്ചോട്ടെ. സ്പെഷ്യൽ റാപ്പിഡ് ഫയർ ആണ്. ഇല്ല, കുഞ്ഞു ചോദ്യങ്ങളാ, വലിയ കുസൃതി ഒന്നുമില്ല, പ്ലെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈ മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം? പഴയ 10ാം ക്ലാസ്സിലേക്ക് തിരിച്ചു. മഹാബലി അതിനകത്ത് തന്നെ ഉണ്ട് അതിന്റെ ഒരു മീനിങ്. ആൾ എന്നാണോ? അല്ല, ഒരു മൂപ്പരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് വെച്ച് ഭൂമിയിലേക്ക് സ്വയം ബലി കൊടുക്കുന്ന ആൾ. ഓക്കെ, ത്യാഗം ചെയ്ത ആളെന്നുള്ള ഒരു അർത്ഥത്തിലാണ് മഹാബലി. ഇത് ആരാ കറക്റ്റ് ഉത്തരം പറഞ്ഞു? രണ്ടുപേരും പറഞ്ഞില്ല. രണ്ടുപേരും ഒരു പകുതി പേരൊക്കെ എത്തിയിരുന്നു. ഞാൻ ഫുള്ളായിട്ട് അങ്ങ് തരും, നല്ല മനസ്സ് എനിക്ക്. ഈ പൂക്കളൊക്കെ അത്തം മൊത്തത്തിലൊക്കെ ഇടലുണ്ടായിരുന്നു. ചതുരത്തിൽ പൂക്കളിടുന്ന ദിവസം ഏതാണെന്ന് അറിയാം? ചതയാണോ? ചതുരത്തില് അറിഞ്ഞതാ. വേറൊരു സാധനം കൂടി, ഉത്രാടം. തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി. ഒരു മാ വെച്ചിട്ട് തുടങ്ങുന്നതാ. മകരം അല്ല, മകരം മകയിരം അല്ല, തോറ്റു കൊടുക്കുന്നല്ലേ ഉത്തരം പറഞ്ഞു. മൂലം. മൂലത്തിനാണോ ചതുരത്തിൽ? ഓക്കെ. ഈ ഓണം പോലെ ഐശ്വര്യമുള്ള ഒരു നാട് എന്ന് പേര് വരുന്ന ഒരു നാടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാ. മാവേലിക്കര? അല്ലല്ല, ഓണം എന്ന് ഉണ്ട്. ക്ലൂ തരുവാണെങ്കിൽ, ഓണം എന്നാ നാട്ടിന്റെ പേരിലുണ്ട്. പാലക്കാടുള്ള ഒരു സ്ഥലമാണോ? അയ്യോ, ഈ സ്ഥലം എവിടെയാ, ജില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വടക്കോട്ടാണോ തെക്കോട്ടാണോ? ഓണക്കാട്ടുകാരാണോ? അതിന്റെ തന്നെ ഓണാട്ടുകര. ഓണാട്ടുകര അതിന്റെ അർത്ഥം ഓണത്തിന്റെ ഐശ്വര്യമുള്ള നാടെന്നാ അത്രേ അതിന്റെ അർത്ഥം. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയപ്പെടുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനമായിരിക്കും. 3 ഓണപ്പാട്ട്, ലൈക്ക് ഓണപ്പാട്ടുകൾ ഉണ്ടല്ലോ നമുക്ക് അറിയുന്നത്. പിന്നെ ഒരാൾ 3 എണ്ണം പറയണം. രണ്ടുപേർക്കും 1-1. തിരുവാവണിരാവ്. പൂവിളി പൊന്നോണമായി ഉത്രാട പൂനിലാവേവാ. കഴിഞ്ഞു. ജയിച്ചു. അപ്പൊ രണ്ടുപേർക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ഓണക്കാലം ആശംസിക്കുന്നു. ഇപ്പം മെഡിക്കൽ മിറാക്കിൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പം നിങ്ങളും കാത്തിരിക്കുന്ന ഒരു സിനിമയാണെന്നറിയാം. അത് പ്രേക്ഷകർക്കും നിങ്ങൾക്കൊക്കെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സിനിമ അനുഭവമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്.